നിവിന്റെ ഒരു യാത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിവിന്, അതായത് നിവിന് എവിടേക്കോ നിവിന്റെ ഒരു കഴിവ് തന്നെ, അതൊരു കഴിവെന്ന് പറഞ്ഞാൽ നിവിന്റെ ഒരു എങ്ങനെ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് എന്റേതായ ഒരു വഴിയിൽ പോകും. നമ്മളിപ്പോ ദിലീപിനെ കുറിച്ച് പറയാറുള്ള പോലെ ദിലീപ് ഒരിക്കലും വേറൊരു ആൾക്കാരെ പോലെ ആവുക, വേറൊരു ആൾക്കാരുടെ സ്പേസും അല്ല, സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് പോയതാണ്. അതേപോലെ തന്നെയാണ് നിവിന്. കാരണം മലർവാടിയിൽ ശരിക്കും അതിൽ ഭഗതാണ് ഹീറോ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. അതിൽ ഹീറോയിനും ഒക്കെ കാണിക്കുന്നത് ഭഗത് തന്നെയാണ്. നിവിൻ ഉണ്ട് ഒരു ഈക്വൽ ആയിട്ട്. നിവിൻ സീരിയസ് ആയിട്ടാണ് അതിൽ വന്നത്. പക്ഷെ അങ്ങനത്തെ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നിവിന് ചേരുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഓം ശാന്തി നിവിൻ സീരിയസ് ആ, പക്ഷെ അത് വർക്കായി. അല്ല, അതാ പറഞ്ഞ മലർവാടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു നിവിന്റെ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് ശരിക്കും നമുക്ക് ട്രാഫിക്കിൽ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്. അതിൽ നിവിൻ വന്നപ്പോൾ ഒരു വലിയൊരു കയ്യടിയായിരുന്നു. അത് കഴിഞ്ഞ് നിവിൻ ശരിക്കും ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മെട്രോ എന്ന് പറയുന്ന ഒരു സിനിമ, അതന്ന് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയാണ്. ബിപിൻ പ്രഭാകർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ വൺ വേ ടിക്കറ്റ് ഒക്കെ ചെയ്ത വ്യാസൻ അടവനക്കാട് എന്ന് പറഞ്ഞ ദിലീപിന്റെ സുഹൃത്തോടെ അദ്ദേഹം എഴുതിയൊരു സിനിമ. അത് അന്ന് ഭഗതും പറഞ്ഞിട്ടുണ്ട്. അതായത് മലർവാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട എന്ന് നിൽക്കുന്ന സമയത്താണ് ദിലീപ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിവിനെയും ഭഗതിനെയും ആണ് കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സുരാജ് ഉണ്ട്, ബിയോൺ ഉണ്ട്, വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അത് ശരിക്കും വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പടം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സെവൻസ് എന്ന് പറയുന്ന ഒരു സിനിമ, ഇതേപോലെ ജോഷി സാറിന്റെ ഒരു സിനിമ. അതിന് പക്ഷെ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനുമാണ് പ്രധാനം. നിവിനും അന്ന് അതിൽ വലിയൊരു ഇതില്ല, നിവിൻ അന്ന് അത്ര ഒരു താരമൂല്യം ആയിട്ടില്ല. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് നിവിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്തു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിനീത് ശ്രീനിവാസിന്റെ തട്ടത്തിൽ മറയത്ത് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വരുന്നത്. അത് അതുവരെ നമ്മൾ താടിയൊക്കെ വെച്ചിട്ടില്ല. അത് നിവിനെ അല്ല എത്ര രീതിയിൽ ഫുൾ ക്ലീൻ ഷേവ് ആയിട്ട് വേറൊരു നിവിനെ, അതുവരെ കാണാത്ത ഒരു നിവിനെയാണ്. ശരിക്കും ആ നിവിനെയാണ് നമ്മള് കാണാൻ ആഗ്രഹിക്കുന്നത്.